ഹായ്. ഞാൻ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കതിൽ കിട്ടിയൊരു അനുഭവം വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കണത്, അല്ലെങ്കിൽ നമ്മുടെ അധികാരികളോട് നമുക്ക് ചോദിച്ച് വാങ്ങാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ. അത് വൈപ്പിങ്കരയെക്കുറിച്ചാണ്, സ്വന്തം നാട് അല്ലെങ്കിൽ സ്വന്തം ആ ഒരു ഐലൻഡിനെ കുറിച്ചിട്ടുള്ളൊരു കാര്യം കൂടിയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണത്. എത്ര പേര് ഇത് പോസിറ്റീവായിട്ട് എടുക്കും എന്നെനിക്കറിയില്ല. നെഗറ്റീവായിട്ട് എടുക്കണവർ നെഗറ്റീവായിട്ട് തന്നെ ഇരിക്കുക, ഒരു കുഴപ്പമില്ല. പക്ഷേ അവരവർക്കും അവരവരുടെ കുടുംബത്തിനും നമ്മുടെ നാടിനും ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു കാര്യം കൂടിയാണ് ഞാൻ പറയണത്. അത് എനിക്കും കൂടി ആവശ്യമുള്ളത് കൊണ്ടിട്ടാണ് ഞാനിത് കോമൺ ആയിട്ട് പറയണത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കേരളത്തിൽ വൈപ്പിങ്കര കുറേ വ്യത്യസ്തമാണ് വേറെ എല്ലാ ജില്ലേനേക്കാളും. ഒരു ഐലൻഡാണ്. പിന്നെ എന്താ പറയുക, കാണാൻ കുറേ ബീച്ചുകളുണ്ട്, ഈവൻ ലേക്കുകളുണ്ട്, ഈവൻ ഒരു ആലപ്പി മൂടുണ്ട്, ഈവൻ ബീച്ച് ഏതാണ്, കോവളം, അല്ലെങ്കിൽ കമ്പയറിങ് ആണ്ട ഞാൻ പറയണത്, കമ്പയർ ചെയ്യാൻ പറ്റിയ ബീച്ചുകളൊക്കെയാണ് ഞാൻ ഇപ്പോൾ പറയണത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചെറായി ബീച്ച്, കുഴുപ്പുൽ ബീച്ച്, ഇവിടെ ഒന്നും ഒരു നോർമൽ ടൂറിസം അല്ല നടക്കണം. ഉള്ളത് വെച്ചിട്ട് വെറുതെ കാണിച്ചു കൂട്ടണം. നമുക്ക് ചെയ്യാൻ പറ്റിയതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അവിടുത്തെ യുവജനങ്ങൾക്കായാലും അവിടുത്തെ വീട്ടുകാർക്കായാലും എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ട്. ഹോം സ്റ്റേ, അല്ലെങ്കിൽ എന്താ പറയുക, കയാക്കിങ് പരിപാടികൾ, ഈവൻ എത്ര കാര്യങ്ങളുണ്ട്. പഴയകാല ഹിസ്റ്റോറിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങളല്ലാതെ ഉണ്ട്. നമ്മളുടെ വൈപ്പിങ്കരയിൽ വന്നു കഴിഞ്ഞാൽ പോകാൻ പറ്റിയ പല സ്ഥലങ്ങൾ വേറെ ഉണ്ട്. ഇങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ വൈപ്പിങ്കരനെ ഇത്രയും ഒരു ടൂറിസം പരമായിട്ട് ഉയർത്താതെ വെച്ചാക്കുന്നത്? എനിക്കറിയില്ല എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല. പക്ഷെ എൻ്റെ ഉള്ളിൽ എനിക്കത് ചെയ്യണവും പോസിറ്റീവായിട്ടുണ്ട്. കാരണം വർഷങ്ങളായിട്ട് പഴക്കമുള്ള പല അമ്പലങ്ങളുണ്ട് നമ്മുടെ വൈപ്പിങ്കരയിൽ. ഈവൻ എത്ര വാട്ടർ ഫ്രണ്ടേജ് റിസോർട്ടുകൾ പണിയേണ്ട ഉള്ള വീടുകൾ തന്നെ അവർക്ക് ഹോം സ്റ്റേ ആക്കാൻ പറ്റും സിമ്പിളായിട്ട്. അവർക്ക് അതിലൂടെ വരുമാനം കിട്ടുമല്ലോ. ഈവൻ എത്ര റൂട്ടുകളുണ്ടെന്നറിയോ, ജലപാത. ഈവൻ നമ്മളുടെ വൈപ്പിങ്കരയിൽ നിന്ന് എവിടെയൊക്കെ കൊല്ലം, കോട്ടയം, ട്രിവാൻഡ്രം, മുനമ്പം, കോഴിക്കോട്, പല സ്ഥലത്തോട്ടും പോകാൻ പറ്റും. ഞാൻ ഓരോ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന കാഴ്ചകൾ ഞാൻ വിചാരിക്കും, എന്തുകൊണ്ട് നമ്മളുടെ അവിടെ വന്നില്ല? എല്ലാവരും ആലപ്പുഴയിൽ വന്ന് കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും, ഇവിടെ എന്താണ് ഇങ്ങനെ? അതുകൊണ്ട് അത് നമ്മളുടെ വൈപ്പിങ്കരയിൽ, വീരമ്പുഴയിൽ എന്തുകൊണ്ട് ഇത് സാധിച്ചുകൂടാ എന്നാണ് ചിന്തിക്കണത്. ഞാനിപ്പോൾ ഉള്ളത് വർക്കല ബീച്ചിലാണ്. വർക്കല ക്ലിഫ് മാത്രമുള്ള അതിൽ കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത്. ഈവൻ ഒരു ഹൈറ്റിൽ നിന്നിട്ടുള്ളൊരു ബീച്ചാണ്, ബാക്കി കോമൺ ബീച്ചാണ്. ഈവൻ നമ്മളുടെ ചെറായി ആയാലും കുഴുപ്പള്ളി ആയാലും മുനമ്പ് ആയാലും ബീച്ച് സോസം അടിപൊളി ബീച്ചുകളാണ്. എന്തുകൊണ്ടത് കുറച്ചും കൂടി ഒരു ജനങ്ങൾക്കായാലും അല്ലെങ്കിൽ പുതിയ ജനറേഷനായാലും ഒരു ടൂറിസം പരമായിട്ട് കാര്യങ്ങൾ ചെയ്ത് അവിടെ നിന്ന് ഏൺ ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്തുകൊണ്ട് ഗവൺമെൻറ് ഉണ്ടാക്കുന്നില്ല? എനിക്കറിയില്ല. അത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇത് വീഡിയോ കാണുന്ന ആർക്കെങ്കിലുമൊക്കെ താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ സ്വന്തം വീടിൻ്റെ അരികത്ത് തന്നെ എന്തെങ്കിലും ചെറിയ പാക്കേജ് പോലുള്ള പരിപാടികൾ തുടങ്ങാൻ ശ്രമിക്കുക. പിന്നെ നമ്മളുടെ നാട്ടുകാരെ തന്നെ കാണിച്ചാൽ മതി അതൊക്കെ. അതായത് ഒരു ചെറിയ പാക്കേജ് പോലെ, ഈവൻ ചെറിയൊരു കയാക്കിങ്, അല്ലെങ്കിൽ നമ്മളുടെ വൈപ്പിങ്കരയിൽ നിന്ന് പല ഏരിയയിലോട്ട് ചെറിയ ടൂറിസ്റ്റ് പല സ്ഥലങ്ങൾ കണ്ടുപിടിച്ചിട്ട് ആ ഓരോരോ സ്ഥലങ്ങൾ, മുസിരീസ് ഉണ്ട് നമുക്ക്, ഈവൻ ചേന്നമംഗലം മുസിരീസ്, പിന്നെ ഫോർട്ട് കൊച്ചി, ഈവൻ കൊടുങ്ങല്ലൂർ, മുനമ്പം, അങ്ങനെ പല സ്ഥലങ്ങളുണ്ട്. ചെറിയ പാക്കേജുകളിൽ തുടങ്ങി നല്ല ഫുഡ് കൊടുക്കാം. ഈവൻ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. അത് യങ് ജനറേഷൻ അത് ഏറ്റെടുക്കണം. അവർ വിചാരിക്കണം, ജോലിയില്ലാതെ വെറുതെ നടക്കണവർക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് ഇതൊക്കെ. ഈവൻ അത് മുതിർന്നവർ ചിലപ്പോൾ വീട്ടിൽ പറഞ്ഞു കൊടുക്കണ്ടാവില്ല. അതൊക്കെ ആയിരിക്കും മെയിൻ. കാരണം അവർക്ക് അത്രയും വിദ്യാഭ്യാസം ഉണ്ടാവണമെന്നില്ല. അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ വിദ്യാഭ്യാസം ഉള്ളവർ തന്നെ എന്തെങ്കിലും വേറെ ജോലിക്ക് പോകും, മറ്റേ ജോലിക്ക് പോകും, മറിച്ച് ജോലിക്ക് പോകും, അവിടെ നിന്ന് കാശുണ്ടാക്കും.
ഈവൻ ആ വേറൊരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യണത് ചിലപ്പോൾ സ്വന്തമായിട്ട് വെറുതെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് തന്നെ സ്വന്തം നാട്ടിൽ. വെറുതെ ഒന്ന് ചിന്തിക്കുക കേട്ടാ, പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. എല്ലാം എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ അത് എന്തുകൊണ്ട് നമ്മളുടെ നാട്ടിൽ ഇങ്ങോട്ട് വരുത്തി കൂടാ എന്നുകൂടി ചിന്തിക്കുക കേട്ടാ.